വെൽക്കം ടു അത്തരാശി ഹിനോടെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമുക്ക് CBSE NCERT മാത്സ് 7th ഗ്രേഡ് എക്സസൈസ് 9.1ലെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരലലോഗ്രമാണ് PQRS. QMഉം QNഉം ഇതിലെ രണ്ട് പെർപെൻഡിക്കുലേഴ്സാണ്. QM എന്നത് ബേസ് SRലോട്ടുള്ള പെർപെൻഡിക്കുലറും QN എന്നത് ബേസ് PSലോട്ടുള്ള പെർപെൻഡിക്കുലറുമാണ്. QM ഈക്വൽ ടു 7.6 cm, SR ഈക്വൽ ടു 12 cm ആൻഡ് PS ഈക്വൽ ടു 8 cm. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയയാണ്. അത് കഴിഞ്ഞ് നമുക്ക് QNൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഇവിടെ ഈ ഏരിയ കാണാൻ നമ്മൾ ഏത് ബേസും ഹൈറ്റുമാണ് കൺസിഡർ ചെയ്യുക? ബേസ് PS ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഹൈറ്റ് QN എടുക്കണം. ഓർ ബേസ് SR ആണെങ്കിൽ ഹൈറ്റ് QN. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഹൈറ്റ് QNൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഏരിയ കാണാൻ ബേസ് SRഉം ഹൈറ്റ് QMഉം എടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം, ഹിയർ ബേസ് SR ഈക്വൽ ടു 12 cm, height QM equal to 7.6 cm. Therefore, area of the parallelogram PQRS equal to formula എന്താ? base into height, that is equal to base is 12 centimeters into height is 7.6 centimeters. ഇനി 12ഉം 7.6ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 76 into 12 ചെയ്യാം. 2 6 are 12, 2 7s are 14 plus 1 15, 1 6 are 6, 1 7s are 7. Adding 2, 6 plus 5 11, 7 plus 1 plus 1 it is 9. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് 7.6ൽ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്നും 1 പ്ലേസ് ലെഫ്റ്റിലോട്ട്, ദാറ്റ് മീൻസ് 1നും 2നും ഇടയിൽ ഡെസിമൽ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 91.2. നൗ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ പാരലലോഗ്രത്തിൻ്റെ ഏരിയ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? QNൻ്റെ ലെങ്ത്ത്. QN എന്ന് വെച്ചാൽ എന്താ? ഇവിടെ QN എന്നത് ബേസ് PSലോട്ടുള്ള ഹൈറ്റാണ്. ഇനി ഈ QNൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയയും ബേസും നമുക്കറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇത് യൂസ് ചെയ്ത് നമുക്കിവിടെ QNൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അതായത് QN ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം ഡിവൈഡഡ് ബൈ ബേസ്. ഇനി ഏരിയ എത്രയാ? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ദാറ്റ് ഈസ് 91.2 centimeter square. സോ ഏരിയ ഈസ് 91.2 centimeter square ഡിവൈഡഡ് ബൈ ബേസ്. ബേസ് ഏത് ബേസാണ് ഇവിടെ എടുക്കുക? PS, ബിക്കോസ് QN എന്നത് PSലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് നമ്മൾ PS ആണ് എടുക്കേണ്ടത്. PS ഈക്വൽ ടു 8 cm. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം PQRS ഈക്വൽ ടു 91.2 centimeter square. ബേസ് PS ഈക്വൽ ടു 8 centimeters. Therefore, height QN equal to area divided by base. This is the formula. That is equal to 91.2 centimeter square divided by 8 centimeters. Now let us divide
91.2 by 8. ഇനി ഇവിടെ 8 എന്നത് 9നേക്കാൾ ചെറുതല്ലേ, അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഡിജിറ്റ് 9 മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ 9ൽ ഹൗ മെനി ടൈംസ് 8? 1 ടൈം ഓൺലി അല്ലേ. അപ്പോൾ നമുക്ക് മുകളിൽ 1 എഴുതാം. 1 × 8 = 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 - 8 നമുക്ക് 1 കിട്ടും. അടുത്തത് 1 ബ്രിങ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 11 ആണ് കിട്ടിയിരിക്കുന്നത്. 11ലും നമുക്കറിയാം 1 ടൈം ഓൺലി 8. അപ്പോൾ അഗെയിൻ 1 എഴുതാം. 1 × 8 = 8. ഇവിടെ ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അടുത്തത് നമുക്ക് 2 ബ്രിങ് ഡൗൺ ചെയ്യണം. പക്ഷേ അതിന് മുൻപ് ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ നമുക്ക് കോഷ്യൻറ്റിലും ആ ഡെസിമൽ ഇടണം. അതിനുശേഷം 2 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 32. നമുക്കറിയാം 8ൻ്റെ ടേബിളിൽ 4 8s are 32. അപ്പോൾ ഇവിടെ 4 എഴുതാം. 4 × 8 it is 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ 91.2 ഡിവൈഡഡ് ബൈ 8 അത് ചെയ്തപ്പോൾ നമുക്ക് 11.4 കിട്ടി. ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. താഴെയും ഒരു സെൻറ്റിമീറ്റർ ഉണ്ടല്ലേ, അപ്പോൾ നമുക്കൊരു സെൻറ്റിമീറ്റർ ക്യാൻസലാക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 11.4 സെൻറ്റിമീറ്റർ. സോ ഹൈറ്റ് QNൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 11.4 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ പാരലഗ്രത്തിൻ്റെ ഏരിയ 91.2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. QNൻ്റെ ലെങ്ത്ത് 11.4 സെൻറ്റിമീറ്റേഴ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.